കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന പേരിൽ വാട്സ്ആപ്പിൽ വന്ന സന്ദേശം അനുസരിച്ച് പിഴ അടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5,88,500 രൂപ നഷ്ടമായി. തട്ടിപ്പറിഞ്ഞ ഉടൻ ബാങ്ക് അധികൃതരെ അറിയിച്ചിട്ടും തടയാൻ നടപടിയുണ്ടായില്ലെന്ന് പരാതി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ ബാസിത്തിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാസിത്തിന്റെ വാട്സ്ആപ്പിലേക്ക് APK ഫയലായി സന്ദേശം വന്നത്. ട്രാഫിക് സിഗ്നൽ ലംഘനത്തിന് 500 രൂപ പിഴ അടയ്ക്കണമെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. എന്തെങ്കിലും വിധത്തിൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു. പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി OTPകൾ വരാൻ തുടങ്ങി. ബാങ്കിന്റെ ആപ്പിലും കയറാൻ പറ്റാതെയായി. ഇതോടെ അക്കൗണ്ടുകളുള്ള ഇൻഡസിൻഡ് ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വിവരമറിയിച്ചു. എന്നാൽ ബാങ്ക് ജീവനക്കാർ വിഷയം ഗൗരവത്തിലെടുത്തില്ലെന്ന് ബാസിത്ത് പറഞ്ഞു. ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവം ഉണ്ടായി. തുടർന്ന് വൈകിട്ടോടെ 5 തവണയായി പണം നഷ്ടപ്പെടുകയായിരുന്നു. രണ്ടുപേരുടെയും ജോയിന്റ് അക്കൗണ്ടുകളിൽ നിന്നും അബ്ദുൾ ബാസിത്തിന്റേത് മാത്രമായ അക്കൗണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി. പിറകെ വാട്സ്ആപ്പും നഷ്ടമായി. ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും RTO സന്ദേശം വ്യാജമാണെന്നും വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് ബാസിത്ത് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.